ഈ ചിന്താമണി കൊലക്കേസ പോലെ അതുപോലെ നല്ലൊരു മൂവിയാണ്. പടം കുഴപ്പമില്ല, നല്ല പടം കാണാൻ കുഴപ്പമില്ല. പ്രേതമല്ല, ഒരു ക്രൈം ത്രില്ലർ മൂവിയാണ്, കുഴപ്പമില്ല, അത്യാവശ്യം കണ്ടിരിക്കാം. ഷാജി കൈലാസ് ഒരു സിനിമ എനിക്കൊന്ന് ആദ്യമായിട്ടാണ് തോന്നുന്നു ഇത്തരം സിനിമകൾ ചെയ്യുന്നത്. ഭാവന ഒരു പക്വത കുറച്ചും കൂടെ നല്ല ഡെവലപ്പായിട്ടുണ്ട്, സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല, അടിപൊളിയായിട്ടുണ്ട്. പേടിപ്പിക്കുന്ന അത്യാവശ്യം ആ സൗണ്ടും എല്ലാം കൂടി വരുമ്പോഴത്തേക്കും നമ്മൾ പേടിക്കുന്നുണ്ട്. രസമാണ്. നല്ലൊരു എൻ്റർടൈനറാണ്. ഒരു മെഡിക്കൽ ക്രൈം ത്രില്ലർ, മെഡിക്കൽ സ്പേസ് സ്റ്റുഡൻസിൻ്റെ ഇതാണ്. ഈ ചിന്താമണി കൊലക്കേസ പോലെ അതുപോലെ നല്ലൊരു മൂവിയാണ്. പിന്നെ ഭാവന തിരിച്ച് എന്ന് പറയാം, ഭാവന നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഭാവനയായാലും ചന്ദ്രനാടായാലും മറ്റേ ആദിത്യ ദേവി ആണെങ്കിലും ഷാജി കൈലാസിൻ്റെ ഉഗ്രൻ ഡയറക്ഷനാണ്. കാപ്പിയിൽ പോലെ നല്ല ഡയറക്ഷനാണ്. പടം നന്നായിട്ട് പോകേണ്ടതാണ്. ഹൊറർ മൂവിയാണ്. പിന്നെ ഹൊറർ ത്രില്ലർ എന്ന് പറയാം. മെയിൻലി പാരസൈക്കോളജി, മെഡിക്കൽ ഫീൽഡ് മാനിപ്പുലേഷൻ ഇതൊക്കെയാണെങ്കിൽ നല്ല പടമാണ്. ഒരു ഹൊറർ ത്രില്ലറാണ്. പിന്നെ സാധാരണ നമ്മൾ കണ്ടു കൊടുത്തിട്ടുള്ള മെഡിക്കൽ കോളേജ് ആ ഒരു പശ്ചാത്തലം, അവിടെ നടത്തുന്ന ക്രൈം വലിയ ഒരു തവണ കണ്ടുകൊണ്ടിരിക്കാം. വൺ ടൈം പോസിബിളാണ്. വേറെ പ്രത്യേകിച്ച് മേക്കിംഗ് നോർമൽ. ഷാജി കൈലാസിന് സ്ഥിരം ഒരു പാറ്റേൺ ഉണ്ടല്ലോ, കളർഫുൾ സിനിമ, വേറെ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അത് തന്നെയാണ് മെഡിക്കൽ ഫീൽഡിൽ ഉണ്ടാകുന്ന ക്രൈം, സസ്പെൻസ് കാര്യങ്ങൾ, കുറച്ച് ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവസാനം കുറച്ച് ഷോക്കായി പോയി അവസാനത്തെ ട്വിസ്റ്റ്.